സതീശൻ കുലുങ്ങുമോ എന്ന ചോദ്യം. പല വിപത്തുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ സതീശനെതിരെ വന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ കുലുങ്ങുമോ എന്ന് ചോദിച്ചാൽ, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സതീശനുമായി അല്പം സ്നേഹബന്ധത്തിന് ശ്രമിക്കുന്നു എന്ന സൂചന വളരെ പ്രബലമാണ്. ധൃതരാഷ്ട്ര ആലിംഗനം എന്നൊക്കെ പറയുമല്ലോ. ഒരു സ്നേഹക്കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ ആലിംഗനം എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊല്ലാപ്പ് അത് നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് സതീശൻ. അല്ലെങ്കിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ, നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹം വാങ്ങാൻ പോയി ഉണ്ടായ പൊല്ലാപ്പ് ഒരു സൂചനയാണെങ്കിൽ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നിഴലെങ്കിലും പുതിയ ഭരണകൂടത്തിൻ്റെ മേൽ വീണാൽ അത് വലിയ വിപത്താകും എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ശ്രീ വി ഡി സതീശനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ്റെ ജന്മദിനത്തിൽ, 62ാം ജന്മദിനത്തിൽ ആശംസകൾ നേരാനായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രിയപുത്രൻ തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നു. അപ്പം തുഷാർ വെള്ളാപ്പള്ളിക്ക് 3 ഡെസിഗ്നേഷൻസ് നമുക്ക് കൽപ്പിച്ചു കൊടുക്കാം. ഒന്ന്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പുത്രൻ. അതൊരു ഡെസിഗ്നേഷൻ. അതൊരു ഡെസിഗ്നേഷൻ അല്ല, ഒരു അവസ്ഥയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. 2 മനുഷ്യനിർമ്മിതമായ 2 കാര്യങ്ങൾ. അതിലൊന്ന്, BDJSൻ്റെ ചീഫാണ്, NDAയുടെ ഒരു മുഖവുമാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തെ പിന്താങ്ങുന്നു എന്നാണല്ലോ രാഷ്ട്രീയമായ ഒരു നിഗമനം. ശ്രീ പിണറായി വിജയൻ അനുകൂലമായ രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നു. ശ്രീ പിണറായി വിജയൻ ചേർത്ത് പിടിക്കുന്നു. സ്വന്തം പാർട്ടിക്കുള്ളിൽ, പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ എത്രത്തോളം വിമർശനങ്ങൾ കേട്ടു, അത് വെള്ളാപ്പള്ളിയെ പ്രതിയാണ് കൂടുതൽ വിമർശനങ്ങൾ കേട്ടത്. അപ്പോൾ ആ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ, അല്ലെ ഇടതുപക്ഷ സഹയാത്രികനായി പരസ്യമായ നിലപാട് എടുക്കുമ്പോൾ, നവോത്ഥാനത്തിൻ്റെ ഒരു നായകനായി അദ്ദേഹത്തെയൊക്കെ ഇടതുപക്ഷങ്ങൾ കാണിക്കുമ്പോൾ, സ്വന്തം മകൻ തീവ്ര വലതുപക്ഷമായ BJPയോടൊപ്പം ഉള്ള കക്ഷിയായ BDJSൻ്റെ തലപ്പത്ത് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ എന്ത് സന്ദേശമാണുള്ളത്? അപ്പോൾ 2ാമത്തെ ഡെസിഗ്നേഷൻ BJP സഖ്യകക്ഷിയായ BDJSൻ്റെ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ മുഖം എന്ന നിലയിൽ കൂടി ഇതിനെ കാണാം. അപ്പോൾ ശ്രീ വി ഡി സതീശനെ സന്ദർശിച്ചത് ആരാണ്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ എന്ന രീതിയിൽ മാത്രമല്ല, BDJSന് നേതാവ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി സന്ദർശിച്ചു എന്ന് കൂട്ടാം. 3ാമത്തെ ഡയമെൻഷൻ യാഥാർത്ഥ്യാധിഷ്ഠിത ഡയമെൻഷനാണ്. SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞാൽ നിയുക്തൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന നിലയിലും ഈഴവ സമുദായത്തിൻ്റെ ഏക സംഘടന SNDP യോഗത്തിൻ്റെ ഒരു മുഖവും കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പം ആ ഒരു 3 ഡയമെൻഷണൽ ഇഫക്റ്റിൽ നിന്നുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി വി ഡി സതീശനെ ഈ ദേശത്തുള്ള, ആലുവ ദേശത്തുള്ള ആ വീട്ടിൽ പോയി സന്ദർശിച്ചത്. അപ്പം വി ഡി സതീശൻ ആ രീതിയിൽ പിടികൊടുത്തില്ല എന്നാണ് കേൾക്കുന്നത്. ഉപചാര വാക്കുകളൊക്കെ പറഞ്ഞ് ആശംസകൾ സ്വീകരിച്ച് പറഞ്ഞയച്ചു. ഇപ്പോഴീ പ്രധാന ഇഷ്ടം സതീശനോട് തോന്നാനുള്ള കാരണം എന്താണ്? ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ 2 കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് പൊങ്ങി വന്നു. ഒന്ന്, KK മഹേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചില വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ആളുടെ ചില വാക്കുകൾ, അത് വെള്ളാപ്പള്ളി നടേശനെതിരായി വരികയും, കിണിച്ചുകുളങ്ങര യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു നിഗമനങ്ങൾ പോലീസിനെ വെള്ളാപ്പള്ളി നടേശൻ്റെ വാതിക്കൽ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു. ആ രീതിയിൽ ഒന്ന് തലയൂരണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസിനെ തന്നെ സഹായിക്കാനാവും എന്ന ചിന്തയാണ് ഒരു വശത്ത്. അതിനേക്കാൾ ഗുരുതരമായ കാര്യം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യൂണിയനുകൾക്ക് എഴുതിയ ഒരു കത്ത്, മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് വായ്പ എടുക്കാനുള്ള സൗകര്യമാണല്ലോ മൈക്രോ ഫൈനാൻസിലൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കപ്പെടുന്നത്. അത് എടുക്കുന്ന വായ്പയുടെ ഒരു നല്ല പങ്ക് വെള്ളാപ്പള്ളി നടേശൻ എത്തത്തക്ക രീതിയിൽ ക്രമീകരിക്കുന്നു എന്ന രീതിയിൽ SNDP യൂണിയനുകൾക്ക് വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ, ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ കത്ത് വെളിയിൽ വരികയാണ്. ഇപ്പോൾ റിപ്പോർട്ടർ TV ഇപ്പോൾ ഈ അടുത്ത നിമിഷങ്ങളിൽ ഒരു കത്തിൻ്റെ വിശദ വിവരങ്ങൾ
വെളിയിൽ വിടുന്നത്. കട്ടപ്പന യൂണിയന് എഴുതിയ കത്തിൻ്റെ വിശദ വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മുൻപ് തന്നെ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് ഉണ്ട് എന്നത് ആരോപണമായി കേട്ടിരുന്നു. കൂടുതൽ കൃത്യതയോടുകൂടി അന്വേഷിക്കാനായി ഉള്ള കാര്യങ്ങളാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ റെഡിയായി വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സംഭവം വിജിലൻസ് അന്വേഷണത്തിലാവുമ്പോൾ പല രൂപത്തിൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഞെരുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഗവൺമെൻറ് ഓഫ് കേരള എടുത്ത ചില നടപടികൾ സിംബോളിക് വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. പ്രതികാരമെന്ന് കൃത്യം പറയാനാവില്ല. ഒന്ന്, യദുവിന് ട്രാൻസ്പോർട്ടിൽ നിയമനം കൊടുക്കുന്നു. നിയമസഭാ സാമാജികരെ കൊണ്ടുപോകാനുള്ള ഡ്രൈവറായി KSRTC ഇപ്പം മേയർ ഭർത്താവ് സച്ചിൻ ദേവും കൂടി വലിയ ഒരു വിവാദത്തിലൂടി ജോലി നഷ്ടപ്പെടുത്തിയ യദുവിന് സംരക്ഷണം. അതുപോലെ കത്രിക വയറ്റിൽ കുടുങ്ങിയ ലേഡിക്ക് അതേ സ്ഥലത്ത് തന്നെ ജോലി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിക്കുന്നു എന്ന് വേണ്ട ഒരുപാട്. ഇപ്പം ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ചില ആളുകൾ, ലാത്തി അടിയേറ്റ് വീണ MLA, ആലപ്പുഴ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ജീവിക്കുന്ന രക്തസാക്ഷികളായി നിൽക്കുമ്പോൾ ആ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ധീരമായ തീരുമാനങ്ങൾ, അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ, സിംബോളിക് തീരുമാനങ്ങളുണ്ട്. ഹർഷീനയുടെ കേസ് ആയിക്കൊള്ളട്ടെ, മറ്റ് കേസുകളായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ സിംബോളിക്കാണ്. അക്കൂട്ടത്തിൽ സിംബോളിക് വാല്യൂ ഉള്ള ഒന്നാവുമോ വെള്ളാപ്പള്ളി നടേശനെതിരെ നടക്കുന്ന നിയമത്തിന് വഴിക്ക് പോട്ടെ. സതീശന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ പറയാം, നിയമത്തിൻ്റെ വഴി പോകട്ടെ. വെള്ളാപ്പള്ളി നടേശൻ എത്ര ഉഗ്ര രൂപിയാണെങ്കിൽ പോലും നിയമപരമായി തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷ അർഹിക്കുന്നു എന്ന നിലയിൽ പോകാം. അതുകൊണ്ടുകൂടിയാണോ ഇപ്പോൾ ഗവൺമെന്റിനെ കുറിച്ച് നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം ഏത് സമുദായ സംഘടനയാണെങ്കിലും രാഷ്ട്രീയ നേതാവ്, ഇൻഡിവിജ്വൽ നേതാക്കന്മാരാണെങ്കിലും പരാജയമൊക്കെ സംഭവിച്ചു, തൻ്റെ കാര്യം, താൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ അംഗീകരിക്കപ്പെടുന്ന ആശയങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു സമീപനം. ഇപ്പം നമ്മൾ കണ്ടതാണ്, തൃണമൂൽ കോൺഗ്രസിന് MP-മാർ മമതാ ബാനർജിയുടെ കെയർ ഓഫിലാണല്ലോ എത്തിയത് പാർലമെന്റിൽ. MLA-മാർ 80 MLA-മാർ എത്തിയത് മമതാ ബാനർജിയുടെ മാഗ്നറ്റിക് പേഴ്സണാലിറ്റി കൂടി നോക്കി BJP വിരുദ്ധ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് എത്തിയത്. BJPയോട് മുട്ടം വെട്ടി തന്നെയാണ് തൃണമൂലിന്റെ 80 MLA-മാർ ജയിച്ചത്. അവരിൽ 64 പേരോളം ഇപ്പോൾ മമതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു നേതാവിൻ്റെ കീഴിൽ യഥാർത്ഥ തൃണമൂൽ തങ്ങളാണെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അതിനർത്ഥം തങ്ങൾ ആരെ എതിർത്തോ അവരോടൊപ്പം അങ്ങ് ചേരുക. ഇഫ് യു കാൻ ഡിഫീറ്റ് ആൻ എനിമി ജോയിൻ ഹിം. ഇതാണ് തന്ത്രം. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറയോടൊപ്പം നിൽക്കുന്ന MP-മാർ 9 MP-മാരുണ്ട് ഉദ്ധവ് ശിവസേനയുടെ. അതിൽ 7 പേരെങ്കിലും മാറി ചിന്തിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതൊക്കെ മനുഷ്യ സഹജമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അഭിപ്രായം ഇരുമ്പുലകയല്ല എന്ന് പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടാണ്. അഭിപ്രായങ്ങൾ മാറാം, നിലപാടുകൾ മാറാനുള്ളതാണ്, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്ന് പറഞ്ഞത് പഴഞ്ചൊല്ലും ഓർത്തു പോകുന്നു. വെള്ളാപ്പള്ളി നടേശൻ മാറി ചിന്തിക്കുകയാണോ? സമുദായത്തിന് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്നതാണ് നന്ന് എന്ന് തോന്നിയാൽ ആ ഒരു മാറ്റം വെള്ളാപ്പള്ളി നടേശൻ്റെ ചിന്തകളിലുണ്ടോ? ഉണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ VD സതീശൻ അത്ര മോശക്കാരനല്ല എന്ന സർട്ടിഫിക്കറ്റാണ് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ചില സമയത്ത് ചിലർ നല്ലത് പറയുന്നത് കേട്ടാൽ തൽക്കാല സുഖമുണ്ടാകുമെങ്കിലും പിന്നെ വരാനിരിക്കുന്നത് എന്ത് എന്നത് ചിന്തനീയം. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ സർക്കാരിന് നല്ല സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കട്ടെ എന്ന് ആശിക്കുകയാണോ സതീശൻ എന്നറിയില്ല. പക്ഷെ ഇതുവരെ സതീശൻ മറ്റു ചില നിയമനങ്ങളുടെ കാര്യത്തിലൊക്കെ VD സതീശൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സമുദായ ആചാര്യന്മാരുടെ കാര്യത്തിൽ ശ്രീ VD സതീശൻ കൃത്യമായ ഒരു അകലം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ക്രിസ്ത്യൻ ബിഷപ്പിനെ സന്ദർശിച്ചതിന് കുറേയൊക്കെ വിമർശനങ്ങൾ കേട്ടു. പക്ഷേ നായർ സമുദായവുമായി, തൻ്റെ സ്വന്തം സമുദായമായ നായർ സമുദായമായും കേരളത്തിൽ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായമായും ഒക്കെയുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാമുദായിക സംഘടനകളെയും അവരുടെ നേതൃത്വത്തെയും ഒക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. പക്ഷേ VD സതീശന് കിട്ടിയ മാൻഡേറ്റിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. കോൺഗ്രസ് ലഭിച്ച മാൻഡേറ്റാണ്, UDFന് ലഭിച്ച മാൻഡേറ്റാണ്, VD സതീശൻ എടുത്ത നിലപാടുകൾക്ക് ലഭിച്ച മാൻഡേറ്റാണ് അല്ലേ?
വി ഡി സതീശൻ എന്ന നേതാവിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു പ്രചരണം മുഴുവൻ പോയത്. പ്രചരണ കമ്മിറ്റി ചെയർമാനായി രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നെങ്കിലും പ്രചരണത്തിൽ താരമായത് വി ഡി സതീശൻ തന്നെയാണ്. വി ഡി സതീശൻ താരമായതിൻ്റെ പിന്നിൽ എന്താണ്? സമുദായ സംഘടനകൾ, 2 പ്രബല ഹിന്ദു സമുദായ സംഘടനകൾ SNDPയുടെയും NSSന്റെയും നേതൃത്വം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് അനുകൂലമായിരുന്നില്ല. NSS നേതൃത്വം കൃത്യമായി പറഞ്ഞു, രമേശ് ചെന്നിത്തലയോടാണ് തനിക്ക് താല്പര്യം. ഇനി അതല്ല KC വേണുഗോപാൽ ആകുന്നതും കുഴപ്പമില്ല, പക്ഷേ വി ഡി സതീശനോട് യാതൊരു മമതയും ഇല്ലായിരുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ G സുകുമാരൻ നായർ സാറിന്. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈഴവ സമുദായത്തിൻ്റെ പ്രധാന സംഘടനയായ SNDPയുടെ അധ്യക്ഷൻ നിരന്തരം കടന്നാക്രമിക്കുകയായിരുന്നു വി ഡി സതീശനെ. ഈ ആക്രമണമാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശന് പരിചയമായി വന്നത്. അപ്പം ജനസമൂഹം, അപ്പം ഈഴവ സമൂഹത്തിൻ്റെ തന്നെ നല്ലൊരു പങ്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അനുസരിച്ച് മാത്രം വോട്ട് ചെയ്യുന്നവരാണോ? അല്ലെങ്കിൽ നായർ സമുദായം മുഴുവൻ ഈ പെരുന്നയിലിരുന്നു കൊണ്ട് NSS ജനറൽ സെക്രട്ടറി പറയുന്ന അനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ്? കുറേയൊക്കെ കണ്ടേക്കാം. പക്ഷെ പ്രധാനമായും അവരൊക്കെ ഇൻഡിപെൻഡൻ്റായി സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണ്. അങ്ങനെയുള്ള നിലപാടുകൾ എടുത്തവരുടെ പിന്തുണ പലതും സതീശന് കിട്ടി. അതേപോലെ തന്നെ കൺസോളിഡേഷൻ, മൈനോറിറ്റി കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായി. ഇല്ല എന്ന് പറയുന്നതൊക്കെ UDFന്റെ പ്രഭാവം കൊണ്ട് മാത്രമാണ്. അവർ ഉയർത്തിയ ഇന്ദിരാ ഗ്യാരണ്ടി കണ്ടിട്ട് ധാരധാരയായ ജനം വന്ന് വോട്ട് ചെയ്തു എന്നൊക്കെ കരുതുന്ന ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ ആയിരിക്കും. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ശ്രീ വി ഡി സതീശൻ ഈ 2 സമുദായ നേതാക്കന്മാർ, സമുദായങ്ങളുടെ അല്ല, സമുദായ നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായത് മുസ്ലിം ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ചും ഒരു പരിധിവരെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനും വി ഡി സതീശനോട് അടുക്കാൻ മുഖ്യമന്ത്രി പദവിയിൽ വി ഡി സതീശനെ എത്തിച്ചതും ഈ വികാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം ലീഗ് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത എതിർപ്പെന്നുള്ളതല്ല, മത്സരം നേരിട്ടപ്പോഴും വി ഡി സതീശന് താങ്ങായത്, തുണയായത്, കവചമായത്, പരിചയമായത് ഈ പറയുന്ന ഒരു വികാരമാണ്. ആ വികാരം അഴിച്ചുവിട്ടതിന് പിന്നിലെ ക്യാപിറ്റലിസ്റ്റിക് റോൾ വാസ് പ്ലേഡ് ബൈ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. തീരെ കഴിവ് കുറഞ്ഞവനല്ല, മുഖ്യമന്ത്രി കൊള്ളാവുന്ന ഒരാളാണ്, മിടുക്കനാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ മിടുക്കിൻ്റെ കൂടുതൽ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ വി ഡി സതീശൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രശംസകളെ ഏറ്റവും അധികം ശ്രമിക്കുന്നത്? നമ്മളെ ഒരാൾ വിമർശിച്ചാൽ എളുപ്പമുണ്ട്, കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്. നമ്മളെ കൂടെ നിന്നുകൊണ്ട് പ്രശംസിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മനുഷ്യൻ തകർന്നു പോകുന്നത് ഈ ചരിത്രത്തിൽ പല ആവർത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം മുഖസ്തുതിയോ പ്രശംസയോ അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്ത് എന്നറിയാതെ ഇരിക്കുന്ന ഒരാളല്ല വി ഡി സതീശൻ. അതുകൊണ്ട് ഇന്നലെ വരെ ഉണ്ടായ കാര്യങ്ങൾ ഒരു വാശി എന്ന രൂപത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നെഗറ്റീവാണ്. പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ ശ്രീ വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ആലിംഗനത്തെ, ധൃതരാഷ്ട്ര ആലിംഗനത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും എന്ന ഒരു ചിന്തയിലാണ് ഇപ്പോൾ കേരള സമൂഹം. നല്ലത് സംഭവിക്കട്ടെ. കേരള ഗവൺമെൻറ്റിനെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇപ്പോൾ ഏതാനും വിമർശനങ്ങളുണ്ടായി. അത് മറ്റൊരു വീഡിയോയിലൂടെ ശ്രീ വി ഡി സതീശനെതിരെ ഉണ്ടായ ചില വിമർശനങ്ങളും ആരോപണങ്ങളും നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മറ്റൊരു വീഡിയോയിൽ എനിക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുള്ളത് കൊണ്ട് അതേക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഈ പരീക്ഷയിൽ ശ്രീ വി ഡി സതീശൻ വിജയിയായി, കൃത്യമായ വിജയിയായി, ഡിസ്റ്റിങ്ഷനോടുകൂടി വിജയിയായി, പ്രലോഭനങ്ങളെ, മതസാമുദായിക സംഘടനകളുടെ പുൽകൽ എന്ന പ്രലോഭനത്തെ വിജയകരമായി അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.